നമ്മളെ യുവതലമുറയെ എങ്ങനെ നമുക്ക് നല്ലതാക്കി വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ന്യൂസ് തുറന്നാലോ മൊബൈൽ ഓപ്പൺ ചെയ്താലോ നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ കൊന്നും കൊലവിളിച്ചും പിന്നെ ലഹരിക്ക് അടിമകളായി അടി പിടി കുത്ത് വെട്ട് ഇങ്ങനെ വരുന്ന ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ മക്കളെ എങ്ങനെ മോചിപ്പിച്ചെടുക്കാം, നമ്മുടെ ബോഡി എങ്ങനെ ഹെൽത്തി ആയിരിക്കുക എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് കറക്റ്റ് ടൈമിൽ നമ്മൾ ലൈഫ് സ്റ്റൈല് ഫുഡ് സ്റ്റൈല് കറക്റ്റ് ടൈമിൽ എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നമ്മൾ എഴുന്നേറ്റ ഉടനെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. ഈ ബ്രെയിൻ ഫുഡ് നമ്മളെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ, ഹോർമോൺസിനെ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഹോർമോൺ കറക്റ്റ് പ്രൊഡ്യൂസ് ആയാൽ മാത്രമേ നമ്മളെ ബോഡിയിൽ ഉള്ള ഓർഗൻ ഫങ്ഷൻസ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. ഈ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ബ്രെയിനിൽ കോർട്ടിസോൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇന്ന് പിള്ളേർക്കെന്ന് വെച്ചാൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെയാണ് മൊബൈലുകളും കൊണ്ടിരിക്കുന്നത് ഉറങ്ങാതെ. ഈ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള മെലാറ്റോണിൻ ഫങ്ഷൻ കുറയും, മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ബോഡിയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ആവും, മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ആവും. ഈ മെലാറ്റോണിൻ നമ്മളെ കിഡ്നി, ലിവർ, ഹാർട്ട് ഫങ്ഷന് അത്യാവശ്യമാണ്. നമ്മളെ ബോഡിയിലെ ലിവർ ഡീടോക്സിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങിയാലേ മതിയാവും. ഇന്ന് ഉറക്കമില്ലാത്ത എത്ര ആൾക്കാരുണ്ട്? രാത്രി കിടന്നാലും ഉറക്കം വരില്ല എന്നുള്ള എത്ര ആൾക്കാർ? പ്രായമായ ആൾക്കാർക്കൊക്കെ ഉറക്കം വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ കറക്റ്റ് ആ ഒരു 10 മണി ടൈമിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലിവർ, ഹാർട്ട് ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കും. അപ്പം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. ഏതൊരു അസുഖത്തിൻ്റെയും മെയിൻ കാരണം എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷനാണ്. ഈ ഒരു ഇൻഫ്ലമേഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങിയാലേ പറ്റുള്ളൂ. ഈ രാത്രി 11 PM മുതൽ 3 AM വരെയാണ് നമ്മുടെ ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ്, ലിവറിലെ വേസ്റ്റ് പ്രോഡക്റ്റ് അവിടെ ക്ലീൻ ചെയ്യും, നമ്മൾ ബോഡി തന്നെ ക്ലീൻ ചെയ്യും. പിന്നെ നമ്മൾ ക്രാനിയൽ നെർവ് എന്ന് പറയും. ഈ ക്രാനിയൽ നെർവ് നമ്മളെ ബ്രെയിനിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാനും നമ്മളെ ഗോൾ ബ്ലാഡറിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പരിപാടി അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ബ്രെയിനിൽ തലയിൽ ഇൻഫ്ലമേഷനുള്ള എത്ര ആൾക്കാരുണ്ട്? ചെവിക്ക് കേൾവി കുറവോ, ഒരു സൈഡ് കഴപ്പോ, ഷോൾഡർ പെയിനോ, നെക്ക് പെയിനോ ഒക്കെ ഉള്ള എത്ര ആൾക്കാരുണ്ട്? ആരുമില്ലേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഇപ്പോൾ കൊച്ചു കുട്ടികൾ വരെയും ഇൻഫ്ലമേഷൻ, 1.25 വയസ്സ് 1.5 വയസ്സായ കുട്ടികൾ വരെയും കാല് കഴപ്പായിട്ട് വരുന്നുണ്ട്, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാൻ കാരണം മെയിനായിട്ട് നമ്മൾ ഉറങ്ങുന്നില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ലിവർ ഇതെല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ പിത്തസഞ്ചിയുടെ ഫംഗ്ഷനും ഈ ലിവറിൻ്റെ ഫംഗ്ഷനും കറക്റ്റ് ആണെന്ന് നമുക്ക് ഒരുവിധം എല്ലാ അസുഖങ്ങളും നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഈ ലിവറിൽ ടോക്സിൻ നിറഞ്ഞ് കയറുമ്പോൾ നമ്മുടെ ബോഡിയിൽ നീർക്കെട്ട് അവിടെ വരും. ഇപ്പോൾ ഷോൾഡറിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് ഷോൾഡർ പെയിന്, മസിൽ സ്പാസം, ഫ്രോസൺ ഷോൾഡർ ഇങ്ങനെ വരുന്നത്. പിന്നെ നമുക്ക് നടുവിൽ നീരിറങ്ങുന്നതാണ് ബാക്ക് പെയിൻ ആയിട്ട് വരുന്നത്. മുട്ടിൽ നീരിറങ്ങുന്നതാണ് നമ്മളെ മുട്ട് വേദന. ഈ നീര് കിടന്ന് വർഷങ്ങൾ കഴിയും, കുറേ നാൾ ഇങ്ങനെ നടന്ന് വേദനയായിട്ട് നടന്നാണ് തേയ്മാനം എന്ന് പറയുന്നത്. ഈ തേയ്മാനമായിട്ട് മാറും മുട്ടൽ. പിന്നെ വരുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവാകും. ഈ പീറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആക്റ്റീവായാൽ മാത്രമേ അതിൽ നിന്നൊരു ഹോർമോൺ, അഡിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ റിലീസാവും. ഈ ഹോർമോൺ പോയി അഡ്രിനാലിൻ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ കോർട്ടിസോൾ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. ഈ കോർട്ടിസോൾ ഇല്ലാത്തത് കാരണമാണ് ഹൈ സ്ട്രെസ് വരുന്നത്. ഇപ്പോൾ ഡേ ടൈമിലാണ് കോർട്ടിസോളിൻ്റെ ഹൈ ലെവൽ. ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചാൽ മാത്രമേ നമ്മളെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആക്കണം. ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് നമ്മൾ ഉറക്കും കറക്റ്റാക്കി നമ്മുടെ മെലാറ്റോണിൻ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ ബോഡിയിലുള്ള എല്ലാ ടോക്സിൻസും റിമൂവ് ആവും, വലിയ ഇൻഫ്ലമേഷൻസ് ഒന്നും വരത്തില്ല. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡുകൾ, അമിതമായി ഫുഡ് കഴിക്കാതിരിക്കുക, അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാതിരിക്കില്ല. ഈ ചൂട് സമയത്ത് നല്ല ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ ബോഡിയിൽ വേണം. ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ചൂടായി പിന്നെ എന്താണ് ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഒന്നും പുറത്ത് പോകാത്തൊരവസ്ഥ വരും.
ആ പുറത്ത് പോവാതെ വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിവർ ഡാമേജ് ആവുന്നത്, ലിവറിൽ ടോക്സിൻ കൂടുന്നത്. യൂറിൻ വഴി കറക്റ്റ് വേസ്റ്റ് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലിവർ നല്ല രീതിയിൽ ക്ലീൻ ആവും. അപ്പൊ ലിവർ ക്ലീൻ ആയാൽ നമ്മൾ ഹോൾ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഒന്ന് സങ്കല്പിക്കാം. ഇതിന്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് ലിവറാണ്. ഈ ലിവർ ഡാമേജ് ആയാൽ പകുതി ഡാമേജ് ആയി, ബാക്കി പകുതിയാണ് ബാക്കിയുള്ള ഓർഗൻസിന്റെ ഫംഗ്ഷൻ. അപ്പൊ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളിന്, ആരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് 7 മണിക്ക് മുന്നേ, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ 10 മണിയല്ല 7 മണിക്ക് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല? ഉണ്ട്, ഉസ്താദുണ്ട്. കറക്റ്റ് 7 മണിക്ക് മുന്നേ കഴിക്കുന്ന എത്ര ആൾക്കാർ? കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എത്ര മണിക്ക് കഴിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്? ഇല്ലേ? അല്ലേ, കഴിക്കാതെ പോകുന്ന ആൾക്കാരില്ലേ? അതിൽ പെൺകുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് ശരിയാവും, പക്ഷെ പെൺകുട്ടികൾക്ക് യൂട്രസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഹോർമോൺസ് വേണം. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും PCOD, വെരിക്കോസ് വെയിന്, പിന്നെ ഫാറ്റി ലിവർ, ഇതെല്ലാം വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അതുപോലെ ഈ തലയിലുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തലയുടെ ചുറ്റാകെയുള്ള ബ്ലഡ് ടോക്സിൻസ് നമ്മൾ ഇങ്ങനെ വെയിൻ വഴി ഇതിനകത്തൂടെ നമ്മുടെ ലങ്സിലോട്ട് പോകും. ഇതിവിടുന്ന് ക്ലീനിങ് നടന്നാൽ മാത്രമേ തലയിൽ ഇൻഫ്ലമേഷൻ കുറയൂ. തലയിൽ എപ്പോഴും നീർക്കെട്ട് വരുമോ അപ്പോഴും നമുക്ക് കഴുത്ത് വേദനയും ഫ്രോസൺ ഷോൾഡർ വരാറില്ലേ, ഷോൾഡർ പെയിൻ വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഫ്ലമേഷൻ പിന്നെ അത് ബോഡി മൊത്തത്തിൽ ബാക്ക് സൈഡ് നിറഞ്ഞ് നടുവിലോട്ട് ഇറങ്ങി നടുവേദനയായി. പിന്നെ നമ്മൾ സമയത്ത് യൂറിൻ പാസ് ചെയ്യാതെ യൂറിൻ ബ്ലോക്ക്, ഇപ്പം നമ്മൾ യാത്ര ദൂരെ പോവുകയാണ്, അപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കണമെന്ന് വിചാരിച്ചു. അന്ന് ഇത് തുടർച്ച കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ കുറേ നേരം യൂറിൻ പിടിച്ചു വയ്ക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മുട്ടുവേദന വരും, മുട്ടിൽ നീരിറങ്ങും, മുട്ടുവേദന വരും, ഉപ്പൂറ്റി വേദന വരും. കാരണം എന്തുകൊണ്ടാണ്? കറക്റ്റ് വെള്ളം കുടിക്കാത്തത് കൊണ്ട്, നമ്മൾ ഈ വേസ്റ്റ് പുറത്ത് പോവാത്തത് കൊണ്ടുമാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഫുഡും ലൈഫ് സ്റ്റൈലും കറക്റ്റായിട്ട് ഉറക്കവും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 90% അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ഈ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കറക്റ്റ് നടക്കാതിരിക്കുമ്പോൾ ഹൈ സ്ട്രെസ് വരുമെന്ന് പറയും. അപ്പോൾ ഈ രാത്രി എനിക്ക് ഉറക്കമില്ല, എൻ്റെ കാല് കിടന്നാൽ എനിക്ക് കാല് കഴിക്കുന്നു, നടു കഴിക്കുന്നു, കിടക്കാൻ പറ്റുന്നില്ല, അതിനെ റെസ്റ്റ്ലെസ് സിൻഡ്രോം എന്ന് പറയും. ഇത് വരുന്ന ആൾക്കാർ രാത്രി ലേറ്റായി ഉറങ്ങുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താ, ഇഷ കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന ഓരോ സമയത്തിനും നമ്മൾ കണക്ക് പറയണമെന്നാണ്. എത്ര പേര് കിടന്നുറങ്ങുന്നുണ്ട്, കറക്റ്റായിട്ട് എത്ര പേര് കിടന്നുറങ്ങുന്നുണ്ട്? 10 മണിക്ക് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഇപ്പം ഒരാൾ ഉറങ്ങുന്നുണ്ട്. ഉസ്താദുമാര് എനിക്ക് തോന്നുന്നു പള്ളിയൊക്കെ ഒരുപാട് ഉസ്താദുമാർ വരുമ്പോൾ പറയും, പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ 11-11:30 മണിയാവും, അത് കഴിഞ്ഞാണ് ഫുഡ് കഴിക്കുക. ഒരിക്കലും അങ്ങനെ ഫുഡ് കഴിക്കരുത്. 7-8 മണിക്കകത്ത് വെച്ച് നമ്മൾ കഴിച്ചു പോകണം. പിന്നെ കഴിക്കാൻ നിൽക്കരുത്. പിന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആപ്പിളോ എന്തെങ്കിലും കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി. അല്ലേ ഉസ്താദേ? രാത്രി 11, 11:30, 12 എനിക്ക് തോന്നുന്നു മൊബൈൽ വന്നിട്ട് പറയും നമുക്ക് അതൊരു ടൈം കിട്ടിയില്ല മൊബൈൽ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ മൊബൈൽ നോക്കാനുള്ള ഒരു ടൈമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പക്ഷേ രാത്രി 10 മണിക്ക് മെലാറ്റോണിൻ അവിടെ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മളെ കണ്ണിൽ റെറ്റിനയിൽ ഡാർക്ക് ആവും. അത് ആ ഹോർമോണിന്റെ പറയുന്ന പേര് തന്നെ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്. ഈ ഒരു ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ആകുമ്പോഴത്തേക്കും നമ്മളെ കണ്ണിൽ നമുക്ക് ഉറക്കം വരുമല്ലോ, നമുക്ക് കണ്ണടയുമല്ലോ. നമ്മൾ ഒരു 9 മണിക്ക് മുന്നേ തന്നെ നമ്മളെ ബ്രെയിൻ അത് പ്രിപ്പയർഡ് ആവും. ആ സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ബ്രെയിൻ അവിടെ റെസ്റ്റായി. പിന്നെ ഈ ബ്രെയിന് ആ ഹോർമോൺ രാത്രി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ആവുന്നവരേക്കും ഇത് കുറഞ്ഞ് ഒരു മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ. ഡേ ടൈം ആയി കഴിഞ്ഞാൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആവും. പിന്നെ ഡേയിന്ന് ഹൈ പീക്ക് ലെവലിൽ നിൽക്കുന്ന കോർട്ടിസോൾ കുറഞ്ഞ് നൈറ്റ് ആകുമ്പോൾ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മളെ വേക്ക് സ്ലീപ്പ് സൈക്കിള്. അപ്പോൾ ഈ 2 ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങി കറക്റ്റായിട്ട് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതിരിക്കും. ഈ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴാണ് തൈറോയിഡ് ഫങ്ഷൻ തെറ്റുന്നത്. പീട്യൂട്ടറി ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. തൈറോയിഡ് ആർക്കൊക്കെ ഉണ്ട്? തൈറോയിഡ് ലേഡീസിൽ ആർക്കൊക്കെ ഉണ്ട്? തൈറോയിഡ് ഉണ്ടോ? ഇല്ല.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാർക്കാണ് തൈറോയിഡ് വരുന്നത്. തൈറോയിഡ് ആ ഹോർമോൺ അവിടെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, ഒരു ഹോർമോൺ ചേഞ്ച് ആയാൽ ബാക്കി എല്ലാ ഹോർമോൺസും ഓട്ടോമാറ്റിക്കലി അങ്ങ് ചേഞ്ച് ആവും, ഇംബാലൻസ് വരും. അപ്പോൾ PCOD വരും. തൈറോയിഡിൽ നിന്ന് തുടങ്ങി ഒന്ന് ഈ PCOD ആയി, പിന്നെ ഫാറ്റി ലിവർ ആയി, പിന്നെ കിഡ്നി ഫംഗ്ഷൻ ഡാമേജ് ആയി, ഇങ്ങനെ ഓരോന്ന് വരും. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തിട്ട് വയറിൻ്റെ ഫംഗ്ഷൻ കുറയും. ഇപ്പം പിള്ളേരൊക്കെ രാത്രി 2 മണി വരെ 3 മണി വരെ ഫോൺ കൊണ്ടിരുന്നിട്ട് രാവിലെ 10 മണിക്ക് 11 മണിക്കാണ് എഴുന്നേക്കുന്നത്. ഈ 11 മണിക്ക് എഴുന്നേറ്റിട്ട് ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ അവർക്ക് എന്ത് ഹൈ സ്ട്രെസ്സാണ് എന്ന് വെച്ചാൽ കോർട്ടിസോൾ കറക്റ്റ് ടൈമിൽ പ്രൊഡ്യൂസ് ആയില്ല, പിന്നീട് ലേറ്റാണ്. അപ്പോൾ ഈ സ്ട്രെസ് കയറി ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ ഞാൻ വന്ന പുസ്തകം പറയുന്നതായിട്ട് എന്താ നല്ല മക്കള് എന്താ അവർക്ക് ക്ഷമയില്ല, സഹനമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുട്ടികൾക്ക് ക്ഷമയില്ല, സഹിക്കാനുള്ള കഴിവില്ല. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു കാര്യമാണ്. നമ്മൾ കറക്റ്റ് നമ്മൾ നല്ലതായാലേ നമ്മളെ മക്കളും നല്ലതാവത്തുള്ളൂ. നമ്മൾ വീട്ടിൽ എങ്ങനെ വളർത്തുന്നു അതിനനുസരിച്ച് മക്കൾ വളരത്തുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ വളർത്തും. നമ്മൾ വീട്ടിൽ എന്ത് കാര്യം പറയുന്നു അത് കേട്ടാണ് പിള്ളേരും വളരുന്നത്. നമ്മൾ അടുത്ത വീട്ടിൽ അവൻ കാറ് വാങ്ങിച്ചു, അവൻ വീട് വെച്ചു, ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തരെ കുറ്റം പറഞ്ഞ് ഓരോരുത്തരുടെ പകയും വിദ്വേഷമൊക്കെ കുത്തി വെച്ച് വരുന്ന മക്കൾ അവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ നമ്മളെ എങ്ങനെ നല്ല രീതിയിൽ വളർത്താമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കുക. ആ രീതിക്ക് അവർ വളരത്തുള്ളൂ. അപ്പം ഈ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ഭക്ഷണം കറക്റ്റ് ടൈമിന് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീന്, അയൺ. ഇപ്പം അയൺ ഡെഫിഷ്യൻസി വന്നാലും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വന്നാലും ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. omega-3 ഡെഫിഷ്യൻസി വന്നാലും പിന്നെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഈ ഇൻഫ്ലമേഷനാണ് നമുക്ക് ബോഡി പെയിൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഇല്ലാണ്ടാക്കുക. അപ്പം നമുക്ക് എന്തെങ്കിലും ക്ഷീണോ എന്തെങ്കിലും തോന്നിയാൽ നമ്മളെപ്പോഴും പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡ് കറക്റ്റ് ടെസ്റ്റ് ഒരു 6 മാസത്തിനിടയ്ക്കെങ്കിലും പോയിട്ട് കറക്റ്റ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സപ്ലിമെൻറ്റോ ഫുഡോ ഒക്കെ ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോഡി പെയിൻ ഇല്ല, ഇൻഫ്ലമേഷൻ ഇല്ല. ഇപ്പം അലർജി കണ്ടീഷനായാലും ഇപ്പം ഫുഡ് അലർജി ഉള്ള ആൾക്കാരായാലും സെയിം തന്നെയാണ്. അപ്പം നമ്മൾ പിന്നെ തൈറോയ്ഡ് ഹോർമോൺ മുതൽ കറക്റ്റ് ചെയ്ത് വരിക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാൻ അതിൻ്റെ റെമഡീസ് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറഞ്ഞത് നാളെ മുതൽ എല്ലാവരും പ്രവർത്തിക്കാറുണ്ട്. രാവിലെ ഫുഡ് കഴിക്കുക, 10 മണിക്ക് തന്നെ ഉറങ്ങുക. അതിൽ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല, കറക്റ്റ് ടൈമിൽ തന്നെ ഉറങ്ങുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ എടുക്കുക. ഇങ്ങനെ പോകുന്ന ഒരു തലമുറയ്ക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും പറ്റും, ലിവറിൻ്റെ ഫംഗ്ഷൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, നമ്മുടെ ബോഡിയിൽ ടോക്സിൻ അടിയത്തുമില്ല, വയറിൻ്റെ ഫംഗ്ഷൻ കുറയുമ്പോഴത്തേക്ക് വൈറ്റമിൻ D3 കുറയും. കുറേ വർഷം ഇങ്ങനെ ഇരുന്നിരുന്ന് വരുമ്പോൾ കിഡ്നി ഫംഗ്ഷൻ കുറയും. ഇപ്പോൾ കിഡ്നി രോഗികളെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കിഡ്നി രോഗികളാണ്. കൊച്ചു കുട്ടികൾക്ക് വരെയാണ് ക്രിയാറ്റിൻ 1.4 1.6 ഒക്കെ വരുന്നത്. ജിമ്മിൽ പോയിട്ട് ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് രാത്രി 1 മണിക്ക് പോയി ഹോട്ടലിൽ പോയി ബീഫ് കഴിക്കും. ബീഫും മട്ടനും ചിക്കനും ഒക്കെ വാരി കഴിക്കും, പൊറോട്ടയൊക്കെ. അപ്പം ഇതെല്ലാം രാത്രി ഒരു കാരണവശാൽ 8 മണി കഴിഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കുകയേ ചെയ്യരുത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പിളോ ഒരു കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും, അത്ര മതിയാവും. എന്തെങ്കിലും ചോദിക്കാം, സംശയങ്ങളുള്ള ഒരു എന്താണ് ജെൻസിനായാലും ചോദിക്കാം. എന്താ വെരിക്കോസ് വെയിന് രാവിലെ 7 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഒരാഴ്ച കറക്റ്റായിട്ട് കഴിച്ച് വന്നതിന് ശേഷം പിന്നെ വന്ന് ഹിജാമ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ടോക്സിൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇത് വെയിൻ തനി അങ്ങ് വരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വർഷത്തിൽ ഇപ്പം മെനോപാസ് കഴിഞ്ഞ സ്ത്രീകൾ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഹിജാമ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ടോക്സിൻ പുറത്തു പോവില്ല. ചിലർക്ക് 8 മാസം ആകുമ്പോൾ നിറഞ്ഞു കയറുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് 1 വർഷം ആയാലേ നിറഞ്ഞു കയറത്തുള്ളൂ. കറക്റ്റ് എല്ലാ വർഷവും ഹിജാമയും പേടിക്കാനും വേണ്ട, വേദന ഒന്നുമില്ല. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ടോക്സിൻ അങ്ങ് മാറ്റി കൊടുത്താൽ മതി. വലിയ വെയിൻ ആവും മുന്നേ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക, എന്നിട്ട് അയൺ ചെക്ക് ചെയ്യുക, ഹീമോഗ്ലോബിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക. കറക്റ്റ് ടൈമിൽ ബ്ലഡ് കുറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ടോക്സിൻ കൂടും, വെരിക്കോസ് വെയിനായിട്ട് മാറും. ബ്ലഡിൽ ടോക്സിൻ കയറുമ്പോഴാണ് ഈ വെയിൻ വഴി പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വെയിൻ്റെ വാൾവ് കംപ്ലൈൻറ്റ് വരും. അപ്പം നമ്മളെപ്പോഴും നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ താഴെ ഇറങ്ങി വരുന്ന ആശുപത്രിയൊക്കെ തിരിച്ച് മുകളിൽ കയറി പോകാൻ വഴിയില്ലാണ്ടാവും. അപ്പോൾ ഡെയിലി ഒരു 10, 15, 20 മിനിറ്റെങ്കിലും നമ്മൾ ബോഡി ചോറിൽ ചേർത്ത് വെച്ചിട്ട് കാല് പൊക്കി സ്ട്രെയിറ്റ് വെച്ച് കിടക്കുക. അപ്പം ആശുപത്രി തിരിച്ച് ഹാർട്ടിൽ പോയി അത് ക്ലീൻ ആയി വരും. ഒരുപാട് സമയം നിൽക്കാണ്ടിരിക്കുക. കറക്റ്റ് രാവിലത്തെ ഫുഡ് കറക്റ്റായിട്ട് എടുക്കുക. വേറെ നെക്സ്റ്റ്
ആർക്കും ഇല്ലേ? അസുഖമൊന്നുമില്ലേ? എന്താ? സൈനസൈറ്റിസ് ഉറക്കക്കുറവുണ്ട്. നമ്മൾ മൊബൈലിൽ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറയുവാണ്. നമ്മൾ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി മൊബൈലിൻ്റെ റേഡിയേഷൻ കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഇമ്മ്യൂണിറ്റി കുറയുവാണ്. അപ്പോൾ ഇതിനകത്ത് കഫം കിടന്നിട്ടാണ് എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിലുള്ള ടോക്സിൻ പുറത്ത് പോകുന്നില്ല. ബ്രെയിനിലുള്ള ടോക്സിൻ പുറത്ത് പോകാതെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഉറക്കം കിട്ടുവാണെന്നല്ല, നല്ല രീതിക്ക് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് മാറും. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുമ്പോൾ ഈ കുടലും തൈറോയിഡുമായിട്ട് ബന്ധമുണ്ട്. കുടലിൻ്റെ ഫംഗ്ഷനും തൈറോയിഡുമായിട്ട് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ കുടലിൻ്റെ ടൈമാണ് 5 to 7 AM വരെ, രാവിലെ 5 മുതൽ 7 മണി വരെ. അതുകൊണ്ടാണ് 7 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കാൻ പറയണം. 7 to 9 സ്റ്റൊമക്കിൻ്റെ ടൈമാണ്. ആ ടൈമിൽ ഡൈജഷൻ നടക്കുവാണ്. ഈ 9 to 11 സ്പ്ലീനിൻ്റെ ടൈമാണ്. ആ ടൈമിൽ നമ്മൾ ബ്ലഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും പോയി ആഹാരം കഴിക്കുന്നത്. ഇപ്പോൾ പള്ളിയിൽ വർക്ക് ചെയ്യുന്നവരായാലും നമ്മൾ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷമാണ് പോയി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എനിക്ക് അത്ര താല്പര്യമില്ല. കാര്യം ഒരുപാട് ഉസ്താദന്മാർ വന്നിട്ട് ശരീരം മൊത്തം നീരായിട്ട് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് അവർക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന ലേറ്റായില്ലേ കൊണ്ടുവരണം. പണ്ട് കാലത്തെന്ന് വെച്ചാൽ നമ്മൾ രാത്രി 8-9 മണിക്ക് ഉറങ്ങുന്നത് കൊണ്ട് അത് വലിയ ബോഡിക്ക് ഡാമേജ് ഇല്ല. ഇപ്പം അങ്ങനെയല്ല, 1 മണി 2 മണിക്കൊക്കെ ആവും കിടന്ന് ഉറങ്ങുമ്പോൾ. അപ്പോൾ രാവിലത്തെ ഫുഡും കൂടെ ലേറ്റ് ആയാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ മൊത്തത്തിൽ കംപ്ലീറ്റ് പോയി കിട്ടും, ബോഡിയുടെ ഫങ്ഷൻ ഫുള്ള് പോയി കിട്ടും. അപ്പം അതിന് ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മൂക്കിൻ്റെ 2 സൈഡിൽ ലാർജ് ഇൻഡസ്ട്രീൻ്റെ ഒരു പോയിന്റാണ് ഈ 2 പോയിന്റ്. അത് സൈനസിന് നല്ലതാണ്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ പകുതിയിൽ നിന്ന് നേരെ താഴെ ഈ 2 ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക, അത് നല്ല പോയിന്റാണ്. പിന്നെ കണ്ണിൻ്റെ ഈ കോർണർ ഇവിടെ ഈ പുരികത്തിൻ്റെ സ്റ്റാർട്ടിങ്, ഈ 2 പോയിന്റ് നല്ല പോയിന്റാണ് സൈനസിന്. പിന്നെ ലാർജ് ഇൻഡസ്ട്രീൻ്റെ ഫങ്ഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബോഡിയിലെ ലിംബ് നോഡുകളുണ്ട്. നമ്മളെ ബോഡിയിലെ ടോക്സിൻ പുറത്തു പോകാൻ. അപ്പം ഡെയിലി നമ്മൾ ആ പോയിന്റ്, ഞാൻ ഒരാളിങ്ങോട്ട് വന്ന് ഞാൻ അത് കാണിച്ചു തരാം. ഒരു പയ്യന് ഏതെങ്കിലും ഒരു മോനിങ്ങോട്ട് വന്നാൽ ഞാനത് പോയിന്റുകൾ കാണിച്ചു തരാം. ലിംബ് നോഡ് ആക്റ്റീവ്, ഒത്തിരി പൊക്കമുള്ള ആൾ, ഇച്ചിരി പൊക്കമുള്ള ആൾ. ഈ ലിംബ് നോഡുകൾ നമ്മളെ ഈ വാട്ടർ ഫ്ലൂയിഡ് വലിച്ചെടുത്തോണ്ട് പോയി നമ്മളെ ബോഡി ക്ലീൻ ചെയ്യും. ഈ ഒരു ഏരിയ മസാജ് ചെയ്ത് 2 കൈ കൊണ്ട് 2 സൈഡ് മസാജ് ചെയ്ത്. അപ്പം നമ്മളെ ബ്രെയിനിലുള്ള ടോക്സിൻ പുറത്തു പോകാനുള്ള ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ്. ഇത് ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഈ ബട്ടൺ സൈഡ്, ഈ ഒരു പോയിന്റ് 2 സൈഡ് മസാജ് ചെയ്യും. തിരിച്ച് ഇങ്ങനെ ക്ലോസ് നല്ല ഇറക്കി തിരിച്ച് ഇതിങ്ങനെ മസാജ് ചെയ്തു. ഡെയിലി ചെയ്യേണ്ട പോയിന്റ്സുകൾ എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിനിലുള്ള ടോക്സിൻ പുറത്തു പോകാൻ. തൈറോയിഡ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ചുറ്റാകെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു എൻഡോക്രൈൻ പോയിന്റാണ്. ഈ ഒരു ടെൻഡൻ്റെ 2 സൈഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ 2 സൈഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഒത്തിരി കൈ ഒന്ന് താത്തി പിടിച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തലയിൽ നിന്ന് വരുന്ന ടോക്സിൻ പുറത്ത് പോകുന്ന വെയിനാണ്. ഇത് ലങ്സിലോട്ട് ടോക്സിൻ ലങ്സിലോട്ട് പോകുന്ന വെയിനാണ്. അപ്പം ഇതൊന്ന് താത്തി പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിന്ന് തലേന്നുള്ള വലിയ ക്രോണിക് കണ്ടീഷൻ അല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. കഴുത്ത് കിടപ്പുണ്ട് ഈ ഒരു ഭാഗം, ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഡെയിലി. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഈ ബോണിൻ്റെ 2 സൈഡിലായിട്ട് ഈ 2 ഭാഗത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ടോക്സിൻ പോകുന്നതാണ്. പിന്നെ വിരൽ വെച്ചിട്ട് ഈ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് മസാജ് ചെയ്ത് ഇറുക്കി പിടിച്ച് ചെവി അനങ്ങണം നല്ല രീതിയിൽ. ഈ വിരലും കൂടെ ചേർത്ത് അത് ഇങ്ങനെ ചെയ്യുന്നത് അവിടുത്തെ ടോക്സിൻ പോകാൻ നല്ലതാണ്. കാര്യം ഈ ബ്രെയിനകത്ത് ടോക്സിൻ അവിടെ നിന്നുള്ള കുഞ്ഞു ഞരമ്പുകൾ വഴി വെയിൻ വഴി തിരിച്ച് നമ്മളെ കഴുത്തിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ടോക്സിൻ ക്ലിയർ ആവും. ഈ കഴുത്ത് കഴപ്പ് വന്നാണ് പിന്നെ ഷോൾഡർ പെട്ടെന്ന് സ്റ്റിഫ് ആവുന്നത്, ഷോൾഡർ മസിൽ പെട്ടെന്ന് സ്റ്റിഫ് ആവുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ഇവിടുത്തെ ടോക്സിൻ അങ്ങ് റിമൂവ് ചെയ്താൽ ഓക്കെയാണ്. പിന്നുള്ള തൈറോയിഡിന് വേറൊരു പോയിന്റ്, നമ്മൾ തള്ള വിരലില്ലേ, ഈ ലൈനിനും ഇടയ്ക്കുള്ള പാർട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കറസ്പോണ്ടൻ്റ് ഏരിയ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുരുമുളക് പേപ്പർ ടേപ്പിൽ എടുത്തിട്ട് ഒട്ടിച്ച് വെക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. കുരുമുളക് ഒട്ടിച്ച് വെക്കുന്നത് രാത്രി നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് രാവിലെ അത് റിമൂവ് ചെയ്താൽ ഇന്ന് വെച്ച സീഡ് അടുത്ത ദിവസം വെക്കാൻ പാടില്ല.
ഇപ്പം തൈറോയിഡ് ഇല്ലാത്ത ആൾക്കാർക്കും കഴുത്ത് കഴപ്പ് തോൾ വേദന ഉള്ള ആൾക്കാർക്കും ഈ തൈറോയിഡിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പക്ഷെ അത് ആരും പറയുന്നില്ല, ആർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡ് കാണത്തില്ല, പക്ഷേ തൈറോയിഡ് ഉണ്ട്, ജെൻസിനും ഉണ്ട്. കഴുത്തിൽ വണ്ണമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, കഴുത്തിൽ വണ്ണമുള്ള ആൾക്കാർ. അപ്പം അവർക്ക് എന്തെങ്കിലും തലയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതുപോലെ മുഖത്ത് സൈനസിലൊന്ന് കുത്തി നോക്കിയാൽ അറിയാം. പുസ്തകന്മാരൊന്ന് ചെയ്ത് നോക്കി, ഈ ഭാഗത്ത് ഭയങ്കര കട്ടിയും പെയിനും ഉണ്ട്. നമ്മളിങ്ങനെ തേച്ചിട്ട് ഇറുക്കി ഇങ്ങനെ തടവി നോക്കുമ്പോൾ ഇവിടെ വേദന വരും. അത് ഡെയിലി ചെയ്തു കൊടുക്കണം. ഡെയിലി ചെയ്തു കൊടുക്കുമ്പോൾ ഈ ഒരു സൈനസിലെ നീർക്കെട്ടങ്ങ് മാറും. ഈ ശരിക്കും ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മൾ പിത്തസിൻ്റെ ലിവർ ഫങ്ഷൻ കുറയുമ്പോഴത്തേക്കാണ്, കിഡ്നി ഫങ്ഷനൊക്കെ കുറയുമ്പോഴാണ് നമ്മളെ ഹെയർ ഊരിപ്പോകുന്നത്, ഫോളിക്കിൾസ് സ്ട്രെങ്ത് അല്ലാതെ ഊരിപ്പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ഏതാ വേണ്ടേ? ചോദിച്ചോ പറഞ്ഞുതരാം. ഷോൾഡർ പെയിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല അല്ലേ? കഴിക്കാറുണ്ടോ? ഇല്ല. 10 മണിക്കല്ലേ കഴിക്കുന്നത്, കറക്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഈ അതിനെ കൊണ്ട് ഇവിടെ നല്ല നീരാണെങ്കിൽ നമ്മൾ കപ്പിങ് ചെയ്ത് മസാജ് ചെയ്ത് ഇളക്കി വിട്ട് ലാർജ് ഡിസൈൻ്റെ പോയിന്റ്സൊക്കെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നുള്ളത് നമ്മൾ ഈ ഒരു പാർട്ടിൻ്റെ എക്സർസൈസ് ചെയ്യാന്നുള്ളത്. 2 കൈ കറക്കി ഇങ്ങനെ ചെയ്യുക സ്ഥിരമായിട്ട്. പിന്നെ നമ്മൾ ഈവൻ ഡയബറ്റിക് ആയാലും നമ്മൾ ഇവിടെയാണ് പാങ്ക്രിയാസ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം അനങ്ങുന്ന രീതിക്കുള്ള എക്സർസൈസുകൾ ഡെയിലി ചെയ്യുക. നല്ല രീതിക്ക് 2 കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ എക്സർസൈസ്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട് എന്തൊക്കെ എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് പറ്റും? ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പം ഇൻഫ്ലമേഷൻ കുറയും. ഈ ഇൻഫ്ലമേഷനാണ് ഏതൊരു ഓർഗനിൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വന്ന് കിടന്നിട്ടാണ് അവിടെ ആ ഒരു ഓർഗൻ ഡാമേജ് ആവുന്നത്, ആ ഒരു സ്ഥലത്ത് പെയിൻ വരുന്നത്. ഈവൻ നമുക്ക് തുമ്മൽ അലർജിയൊക്കെ ഉണ്ട്, മാറാതെ ശ്വാസം മുട്ടൊക്കെ വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് ലങ്സിൽ ഇൻഫ്ലമേഷൻ വന്ന് കിടന്നിട്ടാണ് ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുന്നത്. അപ്പം ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നമ്മൾ കപ്പിങ് ചെയ്യുമ്പോൾ തന്നെ അത് ഓക്കെ ആവും, പെട്ടെന്ന് തന്നെ റിലീഫ് ആവും. പക്ഷേ ഈ ഒരു എക്സർസൈസും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സർക്കുലേഷൻ കൂടും. അതിനാണ് നമ്മൾ ഡെയിലി ഒരു 15-20 മിനിറ്റ് ചാടാനൊക്കെ പറയും. ചാടുവോ ഓടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ബോഡി മൊത്തം ചാടുന്നത് ലിവറിന് ഏറ്റവും ബെറ്ററാണ്. ഫാറ്റി ലിവറിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ചാടുന്നത് ഏറ്റവും ഡെയിലി ഒരു 50-75 ചാട്ടം നിങ്ങൾ കറക്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ലിവർ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും, ബ്രെയിൻ വരെയും അനങ്ങും നമുക്ക് നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രീത്ത് ചെയ്യുമ്പം ഓവറായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴത്തേക്ക് സർക്കുലേഷൻ കൂടും. അപ്പം എക്സർസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി വേറെ നെക്സ്റ്റ് കുടവയറിൻ്റെ കാരണം നമ്മൾ ഫുഡ് അതും ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ കുടലിൻ്റെ വയറിൽ നിന്ന് മോശം പോകാതെ വരുന്ന ആൾക്കാർ, മോശം പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ ലിവർ ഫങ്ഷൻ കുറവായിരിക്കും. അവരെന്തെങ്കിലും രാവിലെ 7 മണിക്ക് മുന്നേ കറക്റ്റ് കഴിച്ചു. രാവിലെ എഴുന്നേറ്റുടനെ 2 ഗ്ലാസ് വെള്ളം, എഴുന്നേറ്റ് ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫുഡ് കഴിച്ചോക്കെ നിങ്ങളുടെ കുടലിൻ്റെ ഫങ്ഷൻ അവിടെ കറക്റ്റാവും, നിങ്ങളെ മോഷൻ കറക്റ്റാവും. ഇപ്പം 80-90 വയസ്സാവാറായ ഉപ്പമാരായാലും ശരി, ഈ മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ 6:30 മണിക്ക് കഴിച്ചു. ഇപ്പോൾ ഒരു നെഫ്രോളജി ഡോക്ടർ കിഡ്നി 2 ഡാമേജ് ആയ ഒരാൾക്ക് പറയുന്ന ഡയറ്റ് 6 മണി മുതലാണ്. നല്ലൊരു ഡോക്ടറാണെങ്കിൽ പറയുന്നത് 6 മണി മുതൽ, അല്ലാതെ ഡയാലിസിസിൽ കൊണ്ട് എത്തിക്കാൻ താല്പര്യമുള്ള ഡോക്ടറാണെങ്കിൽ അത് പറയത്തില്ല. നല്ലൊരു ഡോക്ടർ പറയുന്നത് എന്താ, 6 മണി മുതൽ നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. 6 മണിക്ക് എന്തെങ്കിലും ഉലുവ വെള്ളമോ പേരയിലിട്ട വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക 2 ഗ്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങുക. എന്നിട്ട് ഒരു 9 മണി 10 മണിക്ക് 2 മുട്ടയുടെ വെള്ളം. 11 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കട്ടഡ് ഫ്രൂട്ട്സ്, പപ്പായ, ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും. ഇത് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ ഇത്രയും കഴിക്കാതിരുന്നിട്ട് ഉച്ചയ്ക്ക് എന്നിട്ട് ഒരുപാട് ചോറ് വാരിയാൻ കഴിയും. വണ്ണം കുറയ്ക്കാൻ ഏറ്റവും ബെറ്റർ ചോറ് അങ്ങ് ഒഴിവാക്കുക, ചോറ് ഇച്ചിരി ആക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഫൈബർ കൊടുത്തോണ്ടിരുന്നാൽ പെട്ടെന്ന് വണ്ണം കുറയും. കുടവയറോ? വണ്ണം ഇല്ലാത്ത ആൾക്കാർക്ക് പൊക്കിളിൻ്റെ മുകളിൽ നിന്ന് 4 വിരൽ മുകളിൽ, എന്നിട്ട് ഒരു തള്ള, ഇതാണ് ഇവിടെ നിന്ന് 4 വിരൽ മുകളിൽ, പിന്നെ ഒരു തള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 4 സ്വീപ്പ്
4 വിരളം എന്ന് പറയുമ്പോൾ 3 സു, അക്യുപഞ്ചറിൽ 3 സു, ഒരു തള്ള വിരളം കൂടെ ആകുമ്പോൾ 4 സു. ഈ അളവിൽ അവിടെ വെച്ചിട്ട് നല്ല കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഡീപ്പ് പ്രഷർ കൊടുക്കുക. എന്തെങ്കിലും മാൽ ന്യൂട്രീഷൻ ഉണ്ടെങ്കിലും അതങ്ങ് ക്ലിയർ ആവും. എന്ന് വെച്ചാൽ വയറ് സ്പ്ലീനും ഫങ്ഷൻ കുറയുന്നത് കൊണ്ടാണ് അവർക്ക് വിശപ്പില്ലാത്തത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഡെയിലി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല വിശപ്പുണ്ടാവും. എന്നിട്ട് കഞ്ഞിയും പയറും നെയ്യ് ഒഴിച്ച് വെച്ച് കൊടുത്താൽ ഇവർ കുടിച്ച് കുടല് വലുതാവും. പിന്നെ ഇവർക്ക് ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ ഇവർ ഓട്ടോമാറ്റിക് എല്ലാം കഴിച്ചോളും. കഞ്ഞിയും പയറും വെച്ച് കൊടുക്കണം. അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന തടി വെക്കാത്ത ആൾക്കാരും അങ്ങനെയും ഉണ്ടാവാം. അതിൻ്റെ കുടവയറിനുള്ളത് കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക. നമ്മൾ വയറിനുള്ള എക്സർസൈസുകൾ നമ്മൾ കസേര ഇരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാം. കുനിഞ്ഞ് കാലിട്ടോടുക. അപ്പം നമ്മളെ സ്പൈനൊന്നും വലുതാവും. നടുവേദനയുണ്ട്, നട്ടലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് തറയിൽ കുനിഞ്ഞ് കാല് തൊടുക. അപ്പോൾ വയറ് ടൈറ്റ് ആവുന്ന എക്സർസൈസുകൾ ചെയ്യാം. എക്സർസൈസ് തന്നെ മെയിനായിട്ട് കുടൽ അതിന് ഉള്ള പോയിന്റുകൾ എന്ന് വെച്ചാൽ പൊക്കിളിൻ്റെ വയറിൻ്റെ പോയിന്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് അതൊരെണ്ണം. പിന്നെ പൊക്കിളിന് 2 സൈഡിലോട്ടും 2 സുന്നെന്ന് പറയുമ്പോൾ 3 വിരൽ ഡിസ്റ്റൻസ്. 2 സുന്നെന്ന് പറയുമ്പോൾ 3 വിരൽ ഡിസ്റ്റൻസ് 2 സൈഡിലോട്ടും. പൊക്കിളിൽ നിന്ന് 2 സൈഡിലോട്ട് കാണുന്നുണ്ടോ അതോ 2 സൈഡിലോട്ട് 3 വിരൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് അത് നല്ല ഡീപ്പ് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊക്കിളിന് താഴോട്ട് 4 വിരൽ ഡിസ്റ്റൻസ്, പിന്നെ ഒരു തള്ളവിരൽ ഡിസ്റ്റൻസ്, അപ്പം 5 വിരൽ ഡിസ്റ്റൻസ് അതും ചെയ്ത് കൊടുക്കുക. യൂറിനറി ബ്ലാഡർ അടിവയറിൽ ഗ്യാസ് കയറുന്നതുകൊണ്ടാണ് നമ്മളെ വയറ് പെരുകുന്നത്. നമ്മൾ കറക്റ്റ് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ വയറ് കുറഞ്ഞു വരും. സത്യം 100% സത്യമാണ്. നിങ്ങൾ കഴിച്ചു നോക്ക്. 7 മണിക്ക് മുന്നേ നിങ്ങൾ കഴിച്ചു നോക്ക്. നമ്മളൊരു 90% അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും. വേറെ നെക്സ്റ്റ് വേദന സയാറ്റിക് നെർവ് പെയിൻ എന്ന് വെച്ചാൽ നടുവിൽ നീരിറങ്ങിയിട്ട്, എന്ന് വെച്ചാൽ വയറിൽ ഗ്യാസ് കയറുന്നതാണ് നടുവിൽ നീരിറങ്ങുന്നത്. ഫുഡ് കഴിക്കാറുണ്ടോ? ഇല്ല, ലേറ്റായല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നാളെ മുതൽ എല്ലാവരും രാവിലെ 7 മണിക്ക് മുന്നേ തന്നെ കറക്റ്റ് കഴിക്കുക. നല്ലൊരു ഹെൽത്തി ഫാമിലി, ഹെൽത്തി ലൈഫായിട്ട് മുന്നോട്ട് പോവുക. സയാറ്റിക് പെയിൻ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ നടുവേദന നമ്മൾ കുനിക്കുമ്പോൾ ഇവിടെ കൊളുത്തി പിടിക്കുന്നതൊക്കെ പറയുന്നില്ലേ, കുഞ്ഞ് തൂക്കാൻ പറ്റുന്നില്ല, ഇവിടെ കൊളുത്തി പിടിച്ചിട്ട് അങ്ങനെ വരുന്നെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് നിന്നിട്ട് 2 കൈ 2 സൈഡിൽ വയ്ക്കുക. കാണുന്നുണ്ടോ? 2 സൈഡിൽ വയ്ക്കുക. അപ്പം നമ്മൾ നടുവിരൽ എവിടെ വന്ന് ടച്ച് ചെയ്യുന്നു ആ പോയിന്റിൽ വേറൊരാളെ കൊണ്ട് കുത്തിപ്പിടിച്ച് മസാജ് ചെയ്യുക. നേരെ നിന്നേ. നടുവിരൽ എവിടെ എൻഡ് ചെയ്യുന്നു ആ സ്ഥലത്ത് നമ്മൾ ആരെങ്കിലും ഒരാൾ വന്ന് ഞാൻ പ്രസ് ചെയ്ത് തരാം. അത്രയും പ്രഷർ കൊടുക്കണം. നല്ല പെയിനായിരിക്കും. നല്ല പ്രഷറിൽ താഴ്ത്തി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി അങ്ങനെ ചെയ്ത് നോക്കുക. ആ ഒരു നെർവിൻ്റെ പെയിൻ അങ്ങ് മാറും. കാലങ്ങ് ഫ്രീ ആവും. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ കാല് ഫ്രീ ആവും. സ്ട്രൈറ്റ് ഇരിക്കണേ. ഇപ്പൊ കാല് ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ടോ? ഇല്ലേ? അതൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ നേരം ചെയ്യണം. ഒരു 2-3 മിനിറ്റ് അത് ചെയ്തുകൊണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ കാലങ്ങ് ഫ്രീ ആയാണെന്ന് തോന്നും. ഡെയിലി അങ്ങനെ ചെയ്ത് നോക്കാം. ആ ഒരു നെർവിൻ്റെ കംപ്ലൈൻറ്റ് മാറും. പക്ഷേ നമ്മൾ ഈ നീരിറങ്ങിയിട്ട് അവിടെ ചെറിയ കഴല പോലെ നടുവിൻ്റെ അവിടെ വന്ന് കിടക്കും. അങ്ങനെയില്ല. അത് നമ്മൾ തേച്ചിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾ കണ്ടു. അപ്പോൾ വയറിൻ്റെ ഫംഗ്ഷനും കുറവാണ്. വൈറ്റമിൻ D ഇത്രയും കഴിക്കാൻ വേണം. വയറിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് വഴി പോകുന്നത് വയറിൻ്റെ ചാനലാണ്. ഈ സൈഡ് വഴി പോകുന്നത് പിത്തസഞ്ചി, പിത്തസഞ്ചിയുടെ ചാനലാണ്. നെർവ് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക. വയറിൽ ഗ്യാസ് കയറാതിരുന്നാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പാൻടോപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. രാവിലെ ഗ്യാസ് കയറുന്നെന്ന് പറഞ്ഞിട്ട് പാൻടോപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഗ്യാസിൻ്റെ ഗുളികയൊന്നും ഒഴിവാക്കാൻ പറ്റും. നമ്മൾ കറക്റ്റ് 6:30 മണിക്ക് ഫുഡ് കഴിച്ച് തുടങ്ങിയാൽ ആ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ വൈകുന്നേരം ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ ചായ കുടിക്കുക. അതിൻ്റെ കൂടെ പഴം എന്തെങ്കിലും കഴിക്കുക. പിന്നെ നൈറ്റ് 7:30-8 മണിക്കകത്ത് വെച്ച് ഡിന്നർ കഴിക്കുക. ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ആപ്പിളോ എന്തെങ്കിലും കുക്കുമ്പറോ അങ്ങനെ എന്തെങ്കിലും മാത്രം. അത്ര മതിയാവും. ഇനി അടുത്തത് എന്താ? PCOD നമ്മളെ തലയിൽ നിന്ന് ഇൻഫ്ലമേഷൻ ഇറങ്ങി ഷോൾഡറിൽ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഇതിനകത്തൂടെ ഏതെങ്കിലും ഒരു സൈഡിൽ നീർക്കെട്ടുണ്ടാവും. ആ ടോക്സിൻ നീര് അവിടെ വന്ന് കിടന്നിട്ടാണ് ഓവറിക്കകത്ത് യൂട്രസിനകത്ത് സിസ്റ്റ് വരുന്നത്.
ഇത് ഇവിടെ നിന്നേ അങ്ങ് ക്ലിയർ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PCOD ഒഴിവാക്കാം. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിക്കുക. കറക്റ്റ് കഴിക്കില്ല, 7 മണിക്ക് മുന്നേ തന്നെ കഴിക്കുക, കറക്റ്റായിട്ട് കഴിക്കുക. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതല്ല, ഒരു 11 ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ് ആ മുഴ പോവാൻ 10-11 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ചെയ്യണം. അല്ലാത്ത കണ്ടിന്യൂസ് അല്ല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കിലി ചെയ്യേണ്ടി വരും. ചെയ്താൽ തന്നെ ഈ PCOD കംപ്ലീറ്റ് ക്യൂറാണ്. ഈ ഒരു ഇൻഫ്ലമേഷൻ ഈ താഴോട്ട് വരാതിരുന്നാൽ ഈ വയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നീർക്കെട്ടുണ്ടാവും. അത് പിടിച്ചു നോക്കുമ്പോൾ പെയിൻ ഉണ്ടാവും. കറക്റ്റ് 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ആ നീർക്കെട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. മുട്ടുവേദന വരുന്നത് യൂറിൻ പാസ് ചെയ്യത്തില്ല കറക്റ്റ് ടൈമിൽ. യൂറിൻ ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് മുട്ടുവേദന വരുന്നത്. ഫ്രണ്ടിൽ മുട്ടുവേദന വരുന്നത്, ബാക്കിൽ നീരിറങ്ങി കിടക്കുന്നതാണ് ബാക്കിൽ ഉള്ളിൽ വേദന വരുന്നത്. അപ്പം D3 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് എടുക്കുക. യൂറിൻ കറക്റ്റ്, അത് നമ്മൾ ആ ടോക്സിന് കപ്പ് ചെയ്ത് ടോക്സിൻ എടുത്ത് കളഞ്ഞ് നീഡിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പെയിന് മാറും. ഇത് യൂറിൻ കറക്റ്റ് വെള്ളം കുടിച്ച് യൂറിൻ കറക്റ്റ് പാസ് ഒരുപാട് ഇപ്പോൾ ഈ ചൂട് സമയത്ത് എനിക്ക് തോന്നുന്നു മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും വേണം നമ്മുടെ ബോഡിക്ക്. അത്രയും വേണം. അത്രയും ആയാൽ നമ്മൾ യൂറിൻ്റെ കളർ നോക്കുക, മഞ്ഞ കളറാണോ വെള്ള കളർ. പ്യുവർ വൈറ്റ് വേണ്ട, ഒരു ചെറിയൊരു മങ്ങൽ മതി. മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വെള്ളം കുറവാണ്, വെള്ളം കുടിച്ചോളുക. തന്നെ അവിടെ നിന്ന് ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടാണ് നമ്മളെ യൂട്രസിലോട്ടും ഓവറിലോട്ടും ഇൻഫെക്ഷൻ ബാധിക്കുന്നത്, കിഡ്നിയിലോട്ട് ഇൻഫെക്ഷൻ ബാധിക്കുന്നത്. കറക്റ്റ് വെള്ളം യൂറിൻ്റെ കളർ നോക്കി വെള്ളം കുടിക്കുക. നമുക്ക് ദാഹിക്കത്തില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞു കുടിക്കുക. നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് വിശക്കുന്ന എങ്ങനെ അതുപോലെ നമ്മൾ വെള്ളവും അറിഞ്ഞു കുടിക്കുക. നമുക്ക് ദാഹിക്കത്തില്ല. യൂറിക് ആസിഡ് കുറയ്ക്കാൻ, യൂറിക് ആസിഡ് എങ്ങനെയാണെന്ന് നമ്മളെ ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് കറക്റ്റായിട്ട് പുറത്ത് പോകണേ. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല. ബ്രീത്തിങ് എക്സർസൈസ് കൂടുതൽ ചെയ്യുക. അതും ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് കഴിയും. യൂറിക് ആസിഡിറ്റി, ബ്ലഡിലെ ആസിഡിറ്റിയാണ് കാരണം. അത് കപ്പിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ സെക്ഷൻ കപ്പിങ് ചെയ്യുമ്പോൾ തന്നെ 2 പോയിന്റ് യൂറിക് ആസിഡ് അങ്ങ് കുറയും. ഈ ചമ്മ ചെയ്യുമ്പോൾ തന്നെ 2 പോയിന്റ് ഒറ്റയടിക്കും കുറയും. പിന്നെ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് അങ്ങ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണം. എന്നുവെച്ചാൽ കിഡ്നിയിൽ വഴി വേസ്റ്റ് പുറത്ത് പോകണില്ല. മെയിനായിട്ട് അതാണ് കാരണം. വേറെ മൈഗ്രെയിന് വരുന്നത് ഉറക്കം ഇല്ലാത്തത് കൊണ്ടോ ഹീമോഗ്ലോബിൻ, എല്ലാവരുടെ മൈഗ്രെയിനും ഒരുപോലെയല്ല. 25 വർഷം വരെ ആയ മൈഗ്രെയിനെ ഞാൻ കംപ്ലീറ്റ് ക്യൂർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ചെയ്തിട്ടും സാധാരണ മൈഗ്രെയിൻ നമ്മൾ 2-3 ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് കുറയും. പക്ഷേ ഇവർക്ക് ഇത് കുറയുന്നില്ല. നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഹിജാബ് ചെയ്തിട്ടും കുറയില്ല. അവസാനം ഞാൻ തല മുട്ടയടിപ്പിച്ചിട്ട് തലയിൽ ഫുള്ള് കപ്പ് ചെയ്ത് ഈ ഒരു ഭാഗത്തും കൂടെ അങ്ങ് കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ തലയുടെ അകത്ത് നീർക്കെട്ട് കിടന്ന് അവിടെ നിന്ന് നെർവ് ഡാമേജ് ആയി അവർക്ക് ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് മൈഗ്രെയിൻ വന്നത്. പല ആൾക്കാർക്കും പല ടൈപ്പ് മൈഗ്രെയിൻ ആണ്. അതിനുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുരികത്തിന് സെൻറ്ററിൽ നിന്ന് ഒരു തള്ളവരുടെ ഡിസ്റ്റൻസ് മുകളിൽ, പുരികത്തിന് സെൻറ്ററിൽ നിന്ന് ഒരു തള്ളവരുടെ ഡിസ്റ്റൻസ് മുകളിൽ ഈ ഒരു പോയിന്റ് നല്ല ഡീപ്പായിട്ട് പ്രഷർ കൊടുത്ത് 2 സൈഡിലും ഇറക്കി ഇങ്ങനെ നല്ല ഡീപ്പായിട്ട് പ്രഷർ കൊടുത്ത്. പിന്നെ നമ്മുടെ 2 ചെവിയിൽ നിന്നും നേരെ സെൻറ്റർ എടുക്കുക. നമ്മൾ പുരികത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ സെൻറ്റർ എടുക്കുക. ഇത് രണ്ടും ചേർന്ന് വരുന്ന പോയിന്റ് സെൻറ്റർ. ഇത് 100 രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന പോയിന്റാണിത്. ഈ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റ് നല്ല ഒരു പേനയോ എന്തെങ്കിലും വെച്ച് ഒരു കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ച് പ്രഷർ കൊടുത്ത് നല്ല രീതിക്ക് തലയിൽ കുത്തുമ്പോൾ നമുക്ക് പെയിൻ ഫീൽ ചെയ്യും. അത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അങ്ങ് റിലാക്സ് ആയി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതുവായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ അസുഖങ്ങൾക്കും ഒരു പരിധി വരെ ഈ നടുവിരലിൻ്റെ ടിപ്പിൽ പോയിന്റിൽ, നടുവിരലിൻ്റെ ടിപ്പ് പെരികാർഡിയത്തിൻ്റെ പോയിന്റാണ് പെരികാർഡിയം. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഡെയിലി കൊടുക്കും. ആർക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കും പെരികാർഡിയത്തിന് ഫംഗ്ഷൻ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആർക്കും ഉണ്ടാകത്തില്ല. നടുവിരലിൻ്റെ ടിപ്പിൽ പെരികാർഡിയത്തിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റാണിത്. ഇത് എല്ലാ ദിവസവും രാത്രി ഒരു 7 മണിക്ക് കൊടുക്കാം. 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക്, രാത്രി 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് കൊടുക്കുക. അവിടെ നിന്ന് ഈ കൈയുടെ ഈ ലൈനില്ല, റിസ്റ്റ് ക്രീസ് ലൈൻ, ഈ ലൈനിൽ നിന്ന് 3 ഫിംഗർ ഡിസ്റ്റൻസ്,
ഈ നടുക്ക് 2 ടെൻഡനുണ്ട്. ഈ ടെൻഡൻ്റെ നടുക്ക് ഈ ഒരു പോയിന്റ് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ പോയിന്റാണ്. വയറ് കുറക്കണമെന്ന് പറഞ്ഞ ആളില്ലേ, ആളിന് നല്ല പോയിന്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ 3 ഫിംഗർ ഡിസ്റ്റൻസ് ആണ്. റിസ്റ്റിക് റിസിന് 3 ഫിംഗർ ഡിസ്റ്റൻസ്. നമ്മൾ ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വയറെന്തോ കയറി നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരത്തില്ലേ, വയറിലെന്തോ നിറഞ്ഞ പോലെ ഇരിക്കുന്ന, ഗ്യാസ് കയറുന്ന, അങ്ങനെ ഒരു ടെൻഡൻസി വരുന്ന ആൾക്കാർക്ക് ഈ ഒരു പോയിന്റ് കറക്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് അങ്ങ് പോകും. നമുക്ക് ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പരീക്ഷ പേടി പറ്റാൻ ഏറ്റവും ബെറ്റർ സാധനമായിരുന്നു ഈ ഒരു പോയിന്റ്. മനസ്സിലായോ? പേടിയുള്ള ചില കൊച്ചുങ്ങൾക്ക് ഭയങ്കര ചെറിയ കാര്യം മതി, ഭയങ്കര മനസ്സിന് ഭയങ്കര ടെൻഷൻ വരും, പേടി വരും. അതും ഇവന് കൊണ്ടാ. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാവും. പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആവും, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ ഒരു പോയിന്റ്, ഈ കുഞ്ഞു വിരലിനും തൊട്ടടുത്ത വിരലിനും ഇടയ്ക്ക് ഉള്ള പോയിന്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹോസ്പിറ്റലിൽ എത്തുന്ന വരയ്ക്കും അത് മസാജ് ചെയ്ത് കൊടുത്ത് ഈ കയ്യിൽ ശക്തമായ അടിക്കുക. ഈ കൈയുടെ ഈ ഭാഗത്ത് ശക്തമായ അടിച്ചിരുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നവർ ഒരു പ്രശ്നമില്ല, ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. ജെൻസിന് ഇടത് കൈ, ലേഡീസിന് വലത് കൈ. ജെൻസിനെല്ലാം ഇടത് സൈഡാണ് മുൻഗണന കൊടുക്കേണ്ടത്. പിന്നുള്ളത് ഇപ്പോൾ ഒരാൾ ബോധം കെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ ഈ മൂക്കിൻ്റെ താഴെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരാൾ അൺകോൺഷ്യസ് ആയാൽ നമ്മൾ പെട്ടെന്ന് ഈ മൂക്കിൻ്റെ താഴെ ഈ ഒരു പോയിന്റ് കൊടുക്കുക. എന്നിട്ട് കാലിൻ്റെ അടിയിൽ ചെരുപ്പ് ഊറ്റിട്ട് കാണിച്ച് പൊക്ക്, തിരിച്ച് കാണിക്കാൻ പറ്റുമോ? കസര ഇരുന്നിട്ട് ഈ തള്ളവിരലിന് രണ്ടാമത്തെ വിരലിന് ഇടയിൽ നിന്ന് നേരെ താഴെ ഇവിടെ ഈ ഒരു പോയിന്റ് കൊടുക്കുമ്പോൾ തന്നെ ആള് ചാടി എണീക്കും. വേറെ എങ്ങും കൊണ്ടുപോണ്ട, ഈ 2 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ആള് ചാടി എണീക്കും. കണ്ടോ? പോയിന്റ് എല്ലാം കണ്ടോ? മൂക്കിന്റെ താഴെ ചുണ്ടില് ഒരു പോയിന്റ്. നെക്സ്റ്റ് കാലിന്റെ അടിയിൽ. നമ്മളെ സ്കൂളിലൊക്കെ ഇത് അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ കൊച്ചുകള് തളർന്ന് വീഴത്തില്ലേ, അതിനൊക്കെ ദാണ്ട് ഈ രണ്ടാമത്തെ വിരലിൽ നേരെ താഴെ ഈ സെന്ററിൽ. കണ്ടവരൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, കാണാത്ത ആൾക്കാർക്ക്. കറക്റ്റ് ഈ 2 പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ആളും അപ്പോഴേ ചാടി എണീക്കും. എന്നുവെച്ചാൽ കരളിന് വെള്ളം കുറയുന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ കൊടുക്കുമ്പോൾ കരളിന് വെള്ളം, കിഡ്നിയിൽ നിന്നുള്ള എനർജി കരളിലോട്ട് കിട്ടും. അപ്പോൾ കരൾ ആക്റ്റീവ് ആവും. അപ്പോൾ ഓക്കെ ആവും. ഇനി നെക്സ്റ്റ് ചോദിച്ചോ? ഇതാ മതി. കാല് കഴപ്പ്, പലതരം കാലുവേദന ഉണ്ട്. അസ്ഥിവേദന, അസ്ഥിക്ക് വേദന വരില്ല, മാംസത്തിനാണ് വേദന വരുന്നത്. അസ്ഥിക്ക് ഒരിക്കലും വേദന വരില്ല. അത് നമ്മൾ നോക്കിയിട്ട് എന്താണ് പ്രോബ്ലം നോക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഈ പൊക്കിളിന് അലർജിക്ക് നല്ലൊരു പോയിന്റ്, ഈ ഒരു പോയിന്റ് നല്ലൊരു പോയിന്റാണ്. പിന്നെ നമ്മളെ കൈ, അവന് ആ ഉടുപ്പൊന്ന് അവന് കുടിക്കാനും സമ്മതിക്കുന്നില്ലല്ലേ, ഇതൊന്നഴിക്കും. നമ്മളെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ലങ്സ് ഫങ്ഷനാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. നമ്മൾ കൈ മടക്കിയിട്ട് ഈ തിരിഞ്ഞേക്കും. ഈ ഒരു പോയിന്റ്, ഇത് വെയിറ്റ് ലോസിന് നല്ല പോയിന്റാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ഇമ്മ്യൂണിറ്റി കൂട്ടാനും വെയിറ്റ് ലോസിന് നല്ല പോയിന്റ്. ഈ ഒരു ലൈനിൽ നിന്ന് ഈ മുട്ടിന് ഇടയ്ക്കുള്ള ഒരു പോയിന്റ്, ഇത് ഡെയിലി എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുക്കാം. കുടലിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഇത് കുടലിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേറൊരു പോയിന്റ് ഉണ്ട്. കാലിൻ്റെ മുട്ട് കാണിക്കുക, ഇരുന്നു കാലിൻ്റെ മുട്ടിൽ നിന്നെ പാറ്റലയിൽ നിന്ന് 4 ഫിംഗർ താഴെ സെൻട്രൽ ബോണിൽ നിന്ന് സൈഡിലോട്ട് ഈ ഒരു പോയിന്റ് ഇങ്ങനെ ക്ലോക്ക് വൈസിന് ഡെയിലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ വെച്ച് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയും. എങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് ടെൻഷൻ കയറും, അപ്പോഴും ടോയ്ലറ്റിൽ പോകണം. വേറൊരു സമയത്ത് പോകേണ്ട അപ്പോഴും തന്നെ പോകണമെന്ന് പറയും. അപ്പം ഈ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് കൊച്ചുകുട്ടികളുടെ ഏത് വയറിന് എന്ത് ഡാമേജ് വന്നാലും ആ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യൂർ ആവും. പോയിന്റ് കണ്ടില്ലല്ലോ, ചുടുക്കോ. മുട്ടിന്റെ പാറ്റലിൽ നിന്ന് 4 വിരൽ താഴെ ഈ ബോണിന്റെ താഴെ കുഴിയിൽ ഇവിടെ കാണുന്നുണ്ടോ? ക്ലോക്ക് വൈസിൽ തന്നെ കൊടുക്കണം. നല്ല ഡീപ്പ് പ്രഷർ കൊടുത്ത് കൊടുക്കണം. പെട്ടെന്ന് ക്ലിയർ ആകും. നമുക്ക് വലിയ ആൾക്കാർക്കും ചെയ്യാം. വയറിന്റെ ഫംഗ്ഷൻ
ഇത് കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ആ പോയിന്റ് കൊടുത്താൽ പെട്ടെന്ന് കാൽഷ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ D3 കുറവുള്ളവർക്ക് ആ പോയിന്റ് കൊടുത്താൽ നല്ല എഫക്റ്റാണ്. വയറിൻ്റെ അത് ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ വെറുതെ ഇരിക്കരുത്. ഇപ്പം ഞാൻ ഈ കയ്യിലൊക്കെ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ ഡെയിലി കൊടുക്കാൻ നിങ്ങൾക്ക് ഡെയിലി. ഇപ്പം ഡയബറ്റിക് ഉള്ള ഒരു ഉപ്പാപ്പ 80 എനിക്ക് തോന്നുന്നു 82 വയസ്സായി, കടവപ്പള്ളിയിലുള്ളതാണ് ഉപ്പാപ്പ. ഇത് ഈ 2 പോയിന്റ് ഡെയിലി കൊടുക്കും. രാവിലെ 6:30 മണിക്ക് ഫുഡ് കഴിക്കുന്നു. പാപ്പാക്ക് മാസത്തിൽ 15 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നും. പക്ഷേ ഇതിന് ശേഷം 4 മാസം കണ്ടിന്യൂസ് പാപ്പ കൊടുത്തതിന് ശേഷം പാപ്പാക്ക് കിഡ്നി ഫങ്ഷൻ ക്ലിയർ ആയി, പിന്നെ ഡയബറ്റിക് നോർമലായി, BP-യും നോർമലായി. കറക്റ്റ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവയെല്ലാം വർക്കാവും. നമുക്ക് വലിയ അസുഖങ്ങളൊന്നും വരത്തില്ല. നമ്മൾ വെറുതെ കിടന്നിട്ട് ഈ ഇത് അത്രയും തെറ്റിച്ചിട്ട് പോയിട്ട് എനിക്ക് അസുഖം, എനിക്ക് വയ്യ, അവിടെ വേദന ഇവിടെ വേദന എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ജീവിതകാലം മുഴുക്ക മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. അല്ല, ഒരു പെന്നെടുത്തിട്ട് ഇവിടെ ടിപ്പിൽ തന്നെ പ്രസ് ചെയ്യണം. 1 മിനിറ്റ് 2 മിനിറ്റ് കൊടുക്കും. ഡയബറ്റിക്കിനൊരു ഏറ്റവും ബെറ്റർ ആണ്. എന്ന് വെച്ചാൽ പെരികാർഡിന്റെ ഫംഗ്ഷൻ വന്നു കഴിയുമ്പോൾ പെരികാർഡ് ആക്ടിവേറ്റ് ആകുമ്പോൾ സ്പ്ലീൻ ആക്ടിവേറ്റ് ആവും. സ്പ്ലീൻ ഓക്കെ ആയി കഴിഞ്ഞാൽ പാൻക്രിയാസിനെ കൺട്രോൾ ചെയ്യും. രാത്രി 7 മണിക്ക് വോമിറ്റ്, അതിന് ഈ പോയിന്റ്, അത് സെയിം ഈ പോയിന്റ് വോമിറ്റ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരുപാട് യാത്ര നമ്മളെ മൈൻഡിൻ്റെതാണ്. നമുക്ക് വയറ് ഒരുമാതിരി കയറി വന്നിട്ട് അപ്പോഴേ നമുക്കങ്ങ് തല ഇറങ്ങുന്നതാണ് വോമിറ്റ് ചെയ്യും. അത് ഈ പെരികാർഡിയത്തിന് ഫംഗ്ഷൻ കുറവാണ്. ഈ ഒരു പോയിന്റും ഈ 3 പേരുടെ ഡിസ്റ്റൻസ് നടുക്ക് 2 ടെൻഡന് സെൻട്രലായിട്ട് നല്ല ഡീപ്പ് തള്ളവറിന് കുത്തിപ്പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. ഇതെന്താ 3 വെള്ളം വെച്ച് കണ്ട ഇങ്ങനെ തന്നെ മസാജ് ചെയ്തു, ഇങ്ങനെ കുത്തിപ്പിടിച്ച് കറക്കി നല്ല ഡീപ്പ് പ്രഷർ കൊടുക്കുക. 3 വെള്ളം ഡിസ്റ്റൻസ്. ലേഡീസിന് റൈറ്റ് സൈഡ്, ജെൻസിന് ലെഫ്റ്റ് കൈ, ലേഡീസിന് വലത് കൈ. വേറെ ഏത്? ഗ്യാസ് ട്രബിള് രാവിലെ കറക്റ്റ് ഫുഡ് കഴിക്കുക. പൊക്കിളിന് മുകളിൽ 4 വിരൽ വെച്ചിട്ട് ഒരു പോയിന്റ്, അത് നല്ല ഡീപ്പ് പ്രഷർ കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുകളിൽ 1 തള്ളയുടെ ഡിസ്റ്റൻസ്, അപ്പം 5 വിരലുള്ള ഡിസ്റ്റൻസ്, അതും ഒന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കയ്യിൽ പറഞ്ഞ പോയിന്റ്, ഈ സൈഡിൽ മുട്ടിൻ്റെ സൈഡിൽ പറഞ്ഞ ഈ ഒരു പോയിന്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഫുഡ് എങ്ങനത്തെ കഴിക്കുക? രാവിലെ ചായ എടുത്ത് വെറും വയറ്റി കുടിച്ചു കളയല്. രാവിലെ വെള്ളം കുടിച്ച് അതൊക്കെ ക്ലീൻ ആക്കുക. അവിടുത്തെ വേസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കുക. ഫുഡ് നോർമൽ അപ്പം, ദോശ, പുട്ട എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. പിന്നെ അസിഡിറ്റി ഉണ്ടാകുന്ന ഫുഡ്, പയറ്, കടല, അതൊന്നും മാറ്റി കൊടുക്കുക. ഇത് റെഡിയായി. പിന്നെ മുട്ടിൻ്റെ താഴെ പറഞ്ഞ പോയിന്റ് കണ്ടല്ലോ, അത് വയറിൻ്റെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഇത് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും. വേറെ ക്രിയാറ്റിൻ ആർക്കുണ്ട്? എത്രയുണ്ട്? പോയിന്റ് എത്ര? 1ന് മേലിലുണ്ടോ? 0 കുഴപ്പമില്ല, നോർമലാണ്. 0.9 വരെ നോർമലാണ്. കാര്യം ക്രിയാറ്റിൻ ഇപ്പം വരുന്നത് 25-30 വയസ്സിനിടയിലുള്ള ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും. ഇവർ ഈ രാത്രി 1 മണിക്കാണ് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്നിട്ട് ജിമ്മിൽ പോയ എക്സർസൈസ്. ഈ ഹിപ്പ് ആർക്കൊക്കെ ഈ ഹിപ്പ് ചാടി കിടക്കുന്നത് നോക്കണം. ഹിപ്പിൽ നീരുണ്ടോ നോക്കണം. ഹിപ്പിൽ നീര് കിടന്നാൽ, അത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും, ഹിപ്പിൽ നീര് കിടന്നാൽ ഇവിടെയാണ് കിഡ്നി ഇരിക്കുന്നത്. ഈ ഒരു സൈഡിലാണ് കിഡ്നി ഇരിക്കുന്നത്. അപ്പോൾ ഹിപ്പിൽ നീര് കിടന്നാൽ കിഡ്നിക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ മസാജ് ചെയ്ത് ഇവിടെയുള്ള എക്സർസൈസും കൊടുത്ത് ഇവിടുത്തെ വേസ്റ്റ് മാറ്റുക. കപ്പിങ്ങും ചെയ്ത് മാറ്റാൻ പറ്റും. ആ ഹിപ്പിലുള്ള വേസ്റ്റ് മാറ്റുക. പിന്നെ ക്രിയാറ്റിന് 1ന് താഴെ പേടിക്കാനൊന്നുമില്ല. കിഡ്നി ഫുള്ള് ഡാമേജ് ആയി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 90% ഫംഗ്ഷൻ കുറയുമ്പോഴാണ് ക്രിയാറ്റിൻ വരുന്നത്. ക്രിയാറ്റിൻ വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. രാവിലെ കറക്റ്റ് ഫുഡ് കഴിച്ച് അയൺ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അയണിൻ്റെ ടാബ്ലറ്റ് എടുക്കുക. വൈറ്റമിൻ D3 കുറവുണ്ടോ? കാര്യം കിഡ്നിയാണ് D3 പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി വർക്കിംഗ് അല്ലാതെ D3 ഇല്ല. D3യുടെ കുറവുകൊണ്ടാണ് ഈ ഷോൾഡർ പെയിന്, കഴുത്ത് വേദന, നടുവേദന, ഇതെല്ലാം വരുന്ന D3. നിങ്ങൾ കറക്റ്റ് വീക്കിലി ഒരു 60 നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഒഴിവാകും. പിന്നെ omega-3, അത് കുട്ടികൾക്ക് കാഴ്ചയൊക്കെ കുറവുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ചെറിയ മീൻകുളി ഉണ്ടല്ലോ, ചെറിയ ഒരു 300 mg മെഡിക്കൽ സ്റ്റോർ കിട്ടുന്ന അത് കഴിക്കുക. 2 എണ്ണം വെച്ച് കുട്ടിയെ കൊടുക്കാം. വലിയ ആൾക്കാർക്കാണെങ്കിൽ 1000 mg അത് മെഡിക്കൽ സ്റ്റോറിൽ കാണത്തില്ല, ആമസോണിലാണ് ചെക്ക് ചെയ്ത് വാങ്ങിക്കുക. 1000 mg നല്ല ടാബ്ലറ്റ് നോക്കി വാങ്ങുക. പിന്നെ വേറെ
നടുവേദനയാണ് ഏറ്റവും നേരത്തെ പറഞ്ഞ കാര്യം. നീര് കിടന്നിട്ടുള്ള നടുവേദന ഉണ്ട്, ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള നടുവേദന ഉണ്ട്. ഡിസ്കിന് കംപ്ലൈൻറ്റ്, അത് കപ്പിങ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ക്യൂറാണ്. നടുവേദന വലിയ അസുഖമൊന്നുമല്ല, അതൊക്കെ പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റും. നടു വളഞ്ഞത് വരെയും ഞാൻ നോക്കിയിട്ടുണ്ട്. നടു വളഞ്ഞ് സ്കോളിയോസിസ് ആയതുവരെയും നമുക്ക് നോർത്തെടുക്കാൻ പറ്റും, കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. സിസേറിയൻ നടുവേദനയും മാറ്റും. അതൊക്കെ ചെറിയതല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരുപാട് നേരം കിടക്കില്ല, അവർ റെസ്റ്റ് എടുക്കുമ്പോൾ വയറിൽ ഗ്യാസൊക്കെ കയറിയിട്ടാണ് മെയിനായിട്ട് അങ്ങനെ വരും. നീരിറക്കം വരും, തലനീരിറക്കം നടുവിൽ നീർക്കെട്ട് കിടന്നിട്ട് വരുന്ന നടുവേദനയാണ്. അതൊക്കെ പെട്ടെന്ന് കുറയാറുണ്ട്. ബ്ലഡ് എന്താ ഫുഡ് സപ്ലിമെന്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ നല്ലത്, പക്ഷെ നമ്മൾ ആ ടൈമിന് കഴിക്കുക എന്നുള്ളതാണ്. ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ്, ഒമേഗ 3. പിന്നെ നമ്മൾ ഇത് പംകിൻ സീഡ്, മെഗ്നീഷ്യം ഉറക്ക കുറവുള്ളവർക്ക് മെഗ്നീഷ്യം ഒമേഗ 3 കിട്ടും. പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് അതൊക്കെ കഴിക്കാം. അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം. അത് എന്താണ് കാര്യമെന്ന് നോക്കണം. എന്ന് വെച്ചാൽ യൂറിനറി ബ്ലാഡറിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആവണം, പിത്തസഞ്ചിയുടെ ഫംഗ്ഷൻ കറക്റ്റ് ആണോ, അതിനാണ് നമ്മൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് പൾസ് ഡയഗ്നോസ് ചെയ്ത് ആ ഒരു പൾസ് വന്നാൽ മാത്രമേ, ആ ഒരു ഓർഗന്റെ പൾസ് വന്നാൽ മാത്രമേ അവിടെ ക്യൂർ ആവത്തുള്ളൂ. വെറുതെ ഇതാകുമ്പോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ കറക്റ്റ് നോക്കണം. ചിലപ്പോൾ ഒരാൾക്ക് അവിടെ ചെറിയ കഴല, വട്ടത്തിന് ചെറിയ മുഴ പോലെ കാണും. ഈ നീര് കിടന്നിട്ട് ഈ രണ്ട് ബോണിനിടയ്ക്ക് ചെറിയ കഴല പോലെ ഉണ്ടാവും, സിസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് കിടക്കുന്നതുകൊണ്ടുള്ള കിഴപ്പും വരാം, പല ടൈപ്പ് കിടപ്പും. ഡിസ്കിന് കംപ്ലൈൻ്റ് ആയ നീർക്കെട്ട് വന്നിട്ടുള്ളത് ആ ഡിസ്കിന് അകലം കുറഞ്ഞിട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് നെർവ് കംപ്രഷൻ ആവും. അപ്പോൾ ഈ നെർവ് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നെർവിന് കറക്റ്റ് പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കാല് വരെയും ഫുള്ളങ്ങ് കഴിക്കും, താഴെ അറ്റം വരെയും കഴിക്കും. അങ്ങനെ വരുന്നതാവാം. വയറിൻ്റെ ഫംഗ്ഷൻ കുറയുന്നത് കൊണ്ടുള്ളതാവാം, പല കാരണങ്ങൾ കൊണ്ടുള്ളതുണ്ട്. ഏതാ ലിഗമെന്റ് ഇഞ്ചറിയൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊക്കെ വലിയ കേസൊന്നുമില്ല, പെട്ടെന്ന് ക്യൂർ ചെയ്യാം. അത് അവിടെ നീര് കിടപ്പുണ്ട്, അവിടെ നീർക്കെട്ട് കാണും ലിഗമെന്റിന്റെ സൈഡിൽ. അതങ്ങ് എടുത്ത് കളഞ്ഞ് അവിടെ നീരിൽ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതൊക്കെ മനുഷ്യനാവാൻ വലിയ പാടൊന്നുമില്ല. ആരെയും പറ്റി കുറ്റം പറയാതിരിക്കുക, ആരോടും എന്താണ് പക ഇല്ലാണ്ടിരിക്കുക, അസൂയ ഇല്ലാണ്ടിരിക്കുക. നമുക്ക് ആരോടും ദേഷ്യമില്ല. മനുഷ്യൻ മരിച്ച് വീണ പുഴുവാകുന്ന ശരീരമാണ്, അതിൽ പിന്നെ അഹങ്കരിക്കാൻ വേറൊന്നുമില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു, അവിടെ ഇല്ല. എന്തിനു നമ്മൾ അടി കൂടുന്നു, എന്തിനു നമ്മൾ ലഹള ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തമ്മിൽ തല്ലോ പകയോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആരോടും ഒരു പകയും ഇല്ല. നമ്മൾ മനസ്സ്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും സൂക്ഷ്മത പാലിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സത്യസന്ധമായിട്ട് ചെയ്യുക. മനസ്സിൽ ഒരാൾക്കൊരു വെള്ളം കൊടുത്താലും അത് നമ്മൾ ആഗ്രഹിച്ച് പൊരുത്തത്തോടുകൂടി കൊടുക്കുക. നമ്മൾ മനസ്സിൽ ചീത്ത വിളിച്ചിട്ടുള്ള വെള്ളം കൊടുത്തിട്ട് ഉപയോഗമില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു മനുഷ്യനാകാനായിട്ട്. ഇതുപോലെ ഹെൽത്തി ലൈഫായിട്ടിരിക്കുക. നമ്മളെ ഉള്ളിൽ നന്മ ചെയ്യുന്നതിൽ നന്മ കറക്റ്റ് സത്യസന്ധത ആണെങ്കിൽ നമുക്ക് പഠിച്ച വലിയ അസുഖവും തരത്തില്ല. ഒരു അസുഖവും തരത്തില്ല. തന്നാലും നമ്മളൊരു പരീക്ഷിച്ച് കഴിഞ്ഞാൽ അതങ്ങ് റെഡി ആയിക്കോളും. അതിന് നമ്മൾ പഠിച്ചവന് പഴി പറയേണ്ട ആവശ്യമില്ല. അത് നമ്മളോട് ഇഷ്ടം കൊണ്ടുള്ളതാണെന്ന് അങ്ങ് കരുതിയാൽ മതിയല്ല, വേറൊന്നുമില്ല. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യം. അതുപോലെ കൊച്ചു കുട്ടികളായാലും നിർബന്ധത്തിന് അവരുടെ വാശിക്ക് വഴങ്ങാൻ പാടില്ല. നമ്മൾ ഓവറായിട്ട് അവരവരെ കാര്യങ്ങൾ നോക്കണം. അവരെ കുറിച്ച് നമ്മൾ കിടന്ന് ആദ്യ പിടിച്ച് അസുഖം വരുത്തി വെക്കേണ്ട കാര്യമില്ല. അവരെങ്ങോട്ടെങ്കിലും പോയാൽ നമ്മളിവിടെ വീട്ടിൽ ഇരുന്ന് ആദ്യം പിടിച്ചാൽ അയ്യോ അവിടെ പോയോ ഇവിടെ പോയോ. നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മളെ മക്കളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അവർ പോയാൽ തിരിച്ച് വരും എന്നൊരു വിശ്വാസം. അത് തന്നെ, അത്രയും മതി. അല്ലാതെ ആദ്യം പിടിക്കേണ്ട ആവശ്യമില്ല. ഉപ്പൂറ്റി വേദന വെള്ളം കുറവാണ്, കുടിക്കുന്നത് വെള്ളം കുറവാണ്. ഉപ്പൂറ്റിയിൽ കട്ടയ്ക്ക് കല്ലിച്ച് കിടപ്പുണ്ട്. അവർ പറയും, നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ അവർ പറയുന്നത് ബോണ് വളർന്ന് ഇതിൽ തട്ടുന്നതല്ല, നമ്മളെ മാംസം അവിടെ കട്ടിയായി സർക്കുലേഷൻ ഇല്ലാതാവുന്നതാണ്. അത് നമ്മൾ ഇടിച്ച് മസാജ് ചെയ്ത് സൈഡിൽ നിന്ന് കപ്പും ചെയ്ത് ബോഡിയിലുള്ള നീര് താഴോട്ട് ഇറങ്ങി അവിടെ കിടന്ന് കല്ലിച്ചാണ് ഈ ഉപ്പൂറ്റി വേദന വരുന്നത്. യൂറിൻ പാസ് ചെയ്യാൻ ഒരു കാരണവശാലും മടിക്കരുത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ടോയ്ലറ്റിൽ പോകാൻ മറക്കരുത്. 2 നേരമെങ്കിലും, അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ നടുവിൽ നീരിറങ്ങി യൂറിനറി ഇൻഫെക്ഷൻ വരും. പിന്നെ വലുതാകുമ്പോൾ നടുവേദന വരും. അതിൽ നിന്നാണ് ഇങ്ങനെ ചെറുതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയും. യൂറിൻ ഇല്ലാണ്ട് വരുമ്പോൾ യൂറിനറി ബ്ലഡ് കിഡ്നി ഫംഗ്ഷൻ കുറയും. ഇത് വലുതായി കല്യാണമൊക്കെ കഴിച്ച് പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഡെലിവറി കഴിയുമ്പോൾ അവർ വലിയ രോഗിയായി മാറി കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് വെള്ളം കുടിച്ച്
ടോയ്ലറ്റിൽ പോവുക. വേറെ ചോദിച്ചു ഇല്ലേ? ഒന്നുമില്ലേ? കഴിഞ്ഞോ? നെഞ്ചരിച്ചിൽ വരുന്നത് അസിഡിറ്റി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ലിവറിൻ്റെ ഫങ്ഷൻ നല്ലതായിരിക്കും. ബാക്കിൽ ആസിഡ് കിടന്നാലും വരും. അപ്പം നമ്മൾ ഒരു ഹിജാമ ഫുൾ ബോഡി ബാക്ക് സൈഡ് ഫുള്ള് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ടോക്സിൻ അങ്ങ് മാറി കഴിയുമ്പോൾ തന്നെ അസിഡിറ്റി മാറി. എന്നിട്ട് എന്താണ് പ്രോബ്ലം എന്ന് നോക്കിയിട്ട് പൾസ് ഡയഗ്നോസ് ചെയ്യണോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ ഞാൻ നോക്കി പറഞ്ഞുതരാം. പൾസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അറിയാം എന്താണ് പ്രശ്നം. വയറിൻ്റെ ഫംഗ്ഷനാണോ അതോ ലിവറാണ് നമ്മൾ ഡൈജഷന് കറക്റ്റ് റോള് വഹിക്കുന്നത്. അപ്പോൾ പിത്തരസം കറക്റ്റ് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ലിവറിന് ഡാമേജ് വരും. അങ്ങനെ അസിഡിറ്റി വരാൻ ചാൻസ് ഉണ്ട്. പൾസ് നോക്കാം. വാച്ചും കൂടെ അഴിച്ചിട്ട് വരും. പരമായിട്ട് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ച് അതിൽ പോയിട്ട് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. വെള്ളം കുടിച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഫുഡ് കഴിക്കണം. ഒരിക്കലും നമ്മൾ ചൂടെന്ന് പറയുന്നത് നമ്മൾ ഈ മനുഷ്യരാണ് ഈ ചൂടുവെള്ളം കുടിക്കുന്നത്. ഏതെങ്കിലും മൃഗങ്ങൾ പച്ച ചൂടുവെള്ളം കുടിക്കുന്നുണ്ടോ? മനുഷ്യരാണ് ചൂടുവെള്ളം കുടിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. പച്ചവെള്ളം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോയി, അതിൻ്റെ എഫക്റ്റ് പോയി. അത് ബാക്ടീരിയ, നമ്മൾ കിണർ വൃത്തിയാക്കി ഇടുക, അതേ ഉള്ളൂ. അങ്ങനെ സംശയമുള്ള കിണറുകളാണെങ്കിൽ നമുക്ക് ചൂടാക്കി തന്നെ കുടിക്കാം കേട്ടോ. സംശയമുള്ള കിണറാണെങ്കിൽ വെള്ളം നല്ലതല്ല എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചൂടാക്കി കുടിക്കാം. അങ്ങനെയൊന്നുമില്ല. മറവിയ വേറൊരു കാര്യമുണ്ട്. ഉറക്കം കുറയുമ്പോൾ നമ്മളെ ഹോർമോൺ മെലാറ്റോണിൻ കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൈറ്റാണ് പ്രൊഡ്യൂസ് ആവുന്നത്. കറക്റ്റ് ഒരു രാവിലെ 6:30 കോർട്ടിസോൾ പ്രൊഡ്യൂസ് ആവുന്ന ഒരാളിന് രാത്രി ഒരു 10 മണിക്ക് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ആവും. ആ മെലാറ്റോണിൻ അവിടെ പ്രൊഡ്യൂസ് ആയില്ല എന്നുണ്ടെങ്കിൽ ലിവർ, കിഡ്നി, ഹാർട്ട് ഡാമേജ് വരും. അതിന് ഉറങ്ങിയാലേ പറ്റുള്ളൂ. താരനും കുടലുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഫംഗസ്, അത് നമ്മൾ ലോഷനും ഷാമ്പു, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്താലും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റും. താരം ഇപ്പം എല്ലാവരുടെ അടുത്തും ഉണ്ട്. പെട്ടെന്ന് സ്പ്രെഡ് ആവും. എന്ന് വെച്ചാൽ ചീപ്പായാലും തലയണോറായാലും തോർത്തായാലും പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവും. കംപ്ലീറ്റ് ഒരു ക്യൂർ നമ്മളെ കുടൽ ക്ലീൻ ആയിരിക്കണം. മോഷൻ കറക്റ്റ് ലെവലായിരിക്കണം.